അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് യു ടീച്ചർ എന്ന തായ് ബി എൽ ഡ്രാമയുടെ എക്സ്പ്ലനേഷൻ ആണ്. എപ്പിസോഡ് 1ന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണുക. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡ് 2ന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കടക്കാം. എപ്പിസോഡിന്റെ 2ന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നോർമലായ സോളാറിനെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോപ്മെക്കിനെയാണ്. അതായത് സോളാർ ഇടയ്ക്ക് 7 വയസ്സുള്ള കുട്ടിയായി മാറുമല്ലോ. ഇപ്പം നോർമലായിട്ടാണ് നമ്മുടെ സോളാർ ഉള്ളത്. അതുകൊണ്ട് ആ സോളാറിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷേ സോളാർ എന്ത് ചെയ്താൽ വിശ്വസിക്കുന്നില്ല. അതായത് 7 വയസ്സുള്ള കുട്ടിയായിട്ട് ഞാൻ മാറിയെന്നോ, ഇതൊന്നും നടക്കുന്ന കാര്യമെല്ലാം നമ്മുടെ സോളാർ പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ പോപ്മെക്ക് പറയുന്നുണ്ട് അപ്പം നിനക്ക് ശരിക്കും ഇന്നലെ നടന്ന ഒന്നും ഓർമ്മയില്ലേ? അപ്പം നമ്മുടെ സോളാർ പറയുന്നത് എനിക്ക് ആകെപ്പാട് ഓർമ്മയുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പതിവ് പോലെ പോയി. ആ ടൈമിൽ ഒരു വണ്ടി എൻ്റെ നേരെ വന്നു. ആ വണ്ടിയുടെ ഒരു വലിയ ഹോണിന്റെ സൗണ്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞുള്ളതെല്ലാം എനിക്ക് പുകമയ വന്നു. പിന്നെ ഞാൻ കണ്ണോർക്കുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഞാൻ നോർമലായിട്ട് മാർക്കറ്റിൽ പോയി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് വരുന്നു. ഇതാണ് ഇത്ര നേരം സംഭവിച്ചത്. നമ്മുടെ പോപ്മെക്കിനാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനായി. ദൈവമേ, ഇവന് ഇത്രയ്ക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഇന്നലെ നടത്തി കൂട്ടിയ ഈ കോലാഹലങ്ങളൊക്കെ വൃത്തിയാക്കാൻ തന്നെ എത്ര സമയം എടുത്തു എന്നറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പോപ്മെക്ക് ഇവിടെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോളാർ അവന്റെ ബാഗ് എടുക്കുക. അപ്പൊ പോപ്മെക്ക് ഇരിക്കുവാണ്, എങ്ങോട്ടാ ഈ ബാഗ് ഒക്കെ എടുത്തോണ്ട്? അപ്പൊ സോളാർ പറഞ്ഞ്, എങ്ങോട്ട് പോകാൻ, സാധാരണ പോകുന്ന പോലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണ്ടേ, ഞാൻ ടീച്ചറല്ലേ. അപ്പം പറഞ്ഞാൽ നീ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഇന്നലെ ഇത്രയും കോലാഹലം ഇവിടെ നടത്തിയിട്ട് നിനക്കൊന്നും ഓർമ്മയില്ല. അത് ഇന്നലെ ഞാൻ തന്നെ കുറച്ച് പേടിച്ചു പോയി. കാരണം വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ള് സംഭവിച്ചത്. അതൊന്നും നിനക്ക് ഇന്ന് ഓർമ്മയില്ല. ഇന്ന് നേരെ സ്കൂളിലേക്കും കൂടെ പോകാത്ത കുറവും കൂടെ ഉള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇന്നലെ അത് അങ്ങനെ ആയതായിരിക്കും, ഇന്ന് എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പോക്മെക്ക് പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഇന്നലെ നിനക്കൊരു ആക്സിഡന്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി നീ നേരെ ചാടത്തുള്ളി സ്കൂളിലേക്ക് പോകണ്ട, ഇന്നത്തെ ഒരു ദിവസം ലീവ് എടുക്കാന്ന്. അപ്പൊ നമ്മുടെ സോളാർ ഇരിക്കുകയാണ്, ഇന്ന് ഞാൻ ലീവ് എടുത്താൽ അപ്പൊ എന്റെ ഷെഡ്യൂൾ ആര് നോക്കും? എനിക്ക് ക്ലാസ്സിൽ പോയി പിള്ളേരെ പഠിപ്പിക്കണ്ടേ? ഞാനാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ലീവിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുമില്ല പ്രിൻസിപ്പാളിനോട്. അതൊന്നും ശരിയാവൂല. അപ്പൊ പോക്മെക്ക് പറയുന്ന, ക്ലാസ്സിന്റെ കാര്യം ഓർത്ത് നീ പഠിക്കണ്ട, അതിനല്ലേ നിന്റെ ഏട്ടായി ഉള്ളത്, ഞാൻ നോക്കിക്കോളാന്ന്. അപ്പൊ നമ്മുടെ സോളാർ, ബെസ്റ്റ്, സ്വന്തം ക്ലാസ്സിലെ പിള്ളേര് 4 ദിക്കിലേക്ക് വലിച്ചു പിടിക്കുമ്പോൾ പോയി രക്ഷിക്കുന്നത് ഞാനാണ്, എന്നിട്ടാണ് നീ ഇനി എന്റെ ക്ലാസ്സിലെ പിള്ളേരും കൂടെ നോക്കാൻ പോകുന്നത്, നടക്കുന്ന വല്ല കാര്യം പറയേണ്ട പറഞ്ഞ ആശാനം രീതിയിലാണ് നമ്മുടെ സോളാർ നിൽക്കുന്നത്. പക്ഷേ പോക്മെക്ക് ഒരു രീതിയിൽ നമ്മുടെ സോളാറിനെ സ്കൂളിലേക്ക് വിടൂല. നീ ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി, ലീവിന്റെ കാര്യമില്ല, ഞാൻ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചോളാം, സോ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോ, എങ്ങോട്ടും പോവാണ്ട്. പിന്നെ കുറച്ചിങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്, എന്റെ ബോയ് ഫ്രണ്ട് ക്യൂട്ടല്ലേ, നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സീൻ കട്ടാവുകയാണ്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ പോക്മെക്ക് സ്കൂളിലേക്ക് പോവാണ്. ആ സമയത്ത് സോളാർ അവിടെ ഇരിക്കുന്ന അവന്റെ ബാഗിലേക്ക് ഒരു കള്ള നോട്ടം നോക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സോളാർ എന്തോ ഒരു പരിപാടി ഒപ്പിക്കാൻ പോവാണ്. അങ്ങനെ ഇവിടം കൊണ്ട് വീട്ടിലെ ആ ഒരു സീൻ കട്ടാവുകയാണ്. സീൻ കട്ടായി നേരെ കാണിക്കുന്നത് സ്കൂളിന്റെ ഗേറ്റ് ആണ്. എന്നും ലേറ്റ് ആവാറുള്ള പോക്മെക്ക് പതിവ് തെറ്റിക്കാതെ ഇന്നും ലേറ്റ് ആയിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് വരുന്നത്. ഓടി സ്കൂളിനകത്തേക്ക് കയറുവാണ്. അങ്ങനെ പോക്മെക്ക് കയറി കഴിയുമ്പോൾ ബാക്കിലൂടെ വേറൊരാളെ നമുക്ക് കാണാൻ പറ്റും. ആരാ? നമ്മുടെ സോളാർ തന്നെ നൈസായിട്ട് പോക്മെക്ക് പറയുന്ന അനുസരിക്കാണ്ട് വേറൊരു വണ്ടിക്ക് ലിഫ്റ്റും പിടിച്ച് വരുന്നതാണ്. കാരണം പുള്ളിക്ക് അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റിയാണ്, പുള്ളിക്ക് അങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പോക്മെക്ക് ഇതൊന്നും അറിയുന്നില്ല. പുള്ളി നേരെ സ്കൂളിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കാണിക്കുന്നത് പ്രിൻസിപ്പാളും നമ്മുടെ പി ടി ടീച്ചറല്ലേ, പി ടി ടീച്ചറും കൂടെ അവിടെ പിള്ളേരെ എന്തോ ഒന്ന് ജസ്റ്റ് വാമപ്പ് പോലെ എന്തോ ഒന്ന് പഠിപ്പിച്ചിട്ട് ആ പിള്ളേർ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഓടിപ്പോന്നു. അപ്പോഴാണ് നമ്മുടെ പോക്മെക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. സോ ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പാളും ജിയും അവിടെ ഉണ്ട്. അവര് പോക്മെക്കിനോട് സംസാരിക്കുവാണ്. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ ഉറക്കമൊക്കെ ശരിയായോ, പുള്ളിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവ ചോദിക്കുന്നുണ്ട്, സോളാർ ഇന്ന് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു, ഇല്ല, അസുഖമില്ല, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് വന്നേക്കുക. അപ്പൊ അവന്റെ ക്ലാസ്സിലെ പിള്ളേർ എന്ത് ചെയ്യും എന്ന് പ്രിൻസിപ്പാൾ ആലോചിക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന്. അപ്പൊ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, സോളാറിന്റെ ക്ലാസ്സിലെ പിള്ളേർ നീ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കുരുത്തങ്കട്ടങ്ങളാണ്, നിന്നെ കൊണ്ട് പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല, നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജി പറയുന്നുണ്ട്, ശരിക്കും സോളാറിന്റെ ക്ലാസ്സിലെ പിള്ളേരല്ല പറഞ്ഞാൽ അനുസരിക്കാത്തത്, വേറൊരാളാണ്, ഇതെങ്ങോട്ട് നോക്കും, മുറ്റത്തൊരു മൈനാന്നും പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ കൈ ചൂണ്ടുമ്പോൾ കാണുന്ന നമ്മുടെ സോളാർ പമ്മി സ്റ്റാഫ് റൂമിലേക്ക് കയറി പോകുന്നതാണ്. അപ്പം നമ്മുടെ ബോമൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, സോളാർ, നിന്നെ അല്ലേടാ ഞാൻ ആ വീട്ടിൽ കുത്തിയിരുത്തിച്ചിട്ട് വന്നത്, നീ ഇപ്പൊ തന്നെ എന്റെ പുറകെ തന്നെ നീ ഇങ്ങോട്ട് ചാടിയോ എന്നുള്ള രീതി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോളാർ ഒരു കള്ളൻ ഇഷ്ടത്തിൽ പെട്ടെന്ന് അകത്തേക്ക് കയറി കഥ അടയ്ക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ പ്രിൻസിപ്പാൾ അവിടുന്ന് പറയുന്നുണ്ട്, അതായത് സോളാർ ഭയങ്കര അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അവനിപ്പം പണിക്ക് വന്നത്, എനിക്ക് അവനിൽ പ്രൗഡ് തോന്നുന്നു എന്നൊക്കെ നമ്മുടെ പ്രിൻസിപ്പാൾ അവിടുന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ജീനോട് പറയുന്നുണ്ട്, ജി, ഞാൻ നിനക്ക് തന്ന വർക്ക് നീ മറന്നിട്ടില്ലല്ലോ, അത് വൃത്തിക്ക് തന്നെ ചെയ്യണേ. അപ്പൊ ജി പറഞ്ഞു, ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രിൻസിപ്പാൾ പോവാണ്. പ്രിൻസിപ്പാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ പോക്മെക്ക് ജീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എഴുതുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിയെ അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ ബുക്കിൽ ഒരു സംഭവം എഴുതുന്നതായിട്ട് കാണാം. അതായത് സോളാർ ടീച്ചർ, സോളാർ ഓക്കെ ആണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, സീംസ് ഫൈൻ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവൻ ചോദിക്കുവാണ്, ഇത് എന്താ എഴുതുന്നത്? പറഞ്ഞു, ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നോട് പ്രിൻസിപ്പാൾ ചെയ്യാൻ പറഞ്ഞ ഒരു റെക്കോർഡാണ്. അതായത് എൻ്റെ ഒരു കഥയും പറയുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു ടീച്ചർ ഇതുപോലെ ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോൾ ടീച്ചർക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ടീച്ചർക്ക് ഒരു മൂഡ് സ്വിങ്സ് പോലെ വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി.
അതുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പാളിന് പേടിയാണ്, ഇനി ഏതെങ്കിലും ഒരു ടീച്ചർ ഇതുപോലെ ആവാൻ പാടില്ല, അതുകൊണ്ട് എല്ലാ ടീച്ചർമാരുടെയും പുറത്ത് എൻ്റെ ഒരു കണ്ണ് വേണം എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ പോപ്മക്കിന് ഒരു ചെറിയ പേടിയായി. ശരിക്കും ഈ ടീച്ചറിന്റെ അവസ്ഥ തന്നെയാണ് നമ്മുടെ സോളാറിനുള്ളത്. അതായത് പെട്ടെന്ന് ആളങ്ങ് മാറിപ്പോവാണ്, 7 വയസ്സുള്ള ചെറിയ കുട്ടിയിലേക്ക് മാറുവാണ്. അപ്പോൾ പോപ്മക്ക് ഇങ്ങനെ എന്തൊക്കെ ചെറിയ ടെൻഷനോട് ചോദിക്കുവാണ്, എന്നിട്ട് ആ ടീച്ചർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു, ആ ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കാനൊന്നും വരാറില്ല കുറേ നാളായിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം പറയുവാണ് പ്രിൻസിപ്പാളിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്, എന്നെ ഒരുപാട് പ്രൈസ് ഒക്കെ ചെയ്തു, എന്നെ ഒരുപാട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം തുള്ളി പോവാണ്. ഈ ടൈമിൽ നമ്മുടെ പോക്മക്ക് എന്തോ ആലോചിച്ചുകൊണ്ട് താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ സീൻ കട്ടാക്കി നമ്മളെ നേരെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. ഈ കോളേജ് ഹോസ്റ്റലിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമാണ്. സോ അമ്മ രാത്രിയിൽ വിളിച്ചിട്ട് മോന്റെ സുഖവിവരമല്ല അന്വേഷിക്കുന്നത്, മോനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ജീനെ പറ്റി അറിഞ്ഞായിരുന്നോ, അവൻ കോളേജിന്റെ യൂണിവേഴ്സിറ്റിനെ അബോർഡ് ലെവലിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് തരം മത്സരിക്കാൻ വേണ്ടിയിട്ട് അവനെയാണ് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ജീനെ വല്ലാണ്ട് പുകഴ്ത്തുക ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ പോക്മിക്കിന് ജീനെ പുകഴ്ത്തുന്ന ഇഷ്ടമല്ല, കാരണം അവനെ കണ്ടുപിടി എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓൾസോ അമ്മ ഇതന്നെ പറഞ്ഞുകൊണ്ട് മോനെ നീ അവന്റെ കൂടെയൊക്കെ ഇടയ്ക്ക് പോയി സമയം ചെലവഴിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോക്മക്ക് പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അവൻ്റെതായ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എനിക്ക് എന്റേതായ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. സോ എനിക്ക് അങ്ങോട്ട് പോയി അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല, അവൻ ഇങ്ങോട്ട് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ വഴി പോട്ടെ എന്ന് പറയുന്നു. അപ്പൊ അവന്റെ അമ്മ പറയുന്നു, ഫ്രണ്ട് സർക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, നിന്റെ റൂംമേറ്റ് ആരാ, ആളെങ്ങനെയുണ്ട്, നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെയാണോ, നീ കൂടുതലും മെഡിസിനും അക്കൗണ്ടിങ്ങും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ നോക്ക്, അല്ലാത്തവരൊക്കെ ആയിട്ട് കൂട്ടുകൂടി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന് അവന്റെ അമ്മ പറയുന്നുണ്ട്. സംഭവം ഫോൺ സ്പീക്കറിലായിരുന്നു, തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ സോളാറും ഇരിപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ അവിടെ സോളാർ ഒറ്റ എഴുന്നേപ്പിഴുന്നേക്കുവാണ് സീറ്റിൽ നിന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്പിക്കിന് ടെൻഷനായി, കാരണം സ്പീക്കർ വരുന്നത് ഇത് കേട്ട് കാണും. നമ്മുടെ സോളാർ എന്ന് പറയുന്നത് അവൻ ടീച്ചിങ് തന്നെ മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു ആളാണ്. അതായത് ഈ അക്കൗണ്ടിങ്ങും മെഡിസിനൊന്നും അല്ല പഠിക്കുന്നത്, ഓൾറെഡി പറഞ്ഞായിരുന്നു അവൻ്റെ അമ്മ ടീച്ചറാണ്. സോ അവൻ ആ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മുടെ സോളാർ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു. നമ്മുടെ പോപ്പിക്കിന് ടെൻഷനായിട്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തിട്ട് പോപ്പിക്ക് പറയുന്നു, സോറി അമ്മ ഇങ്ങനെ പറഞ്ഞതിനോട് എനിക്ക് ക്ഷമ ചോദിക്കുന്നു, ഞാൻ വിചാരിച്ചില്ല അമ്മ ഇങ്ങനെ പറയുന്നു. ബട്ട് ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ സോളാർ ചിരിച്ചുകൊണ്ട് തിരിയുവാണ്. അതായത് സോളാറിന് ചെവിയിൽ ഇയർഫോൺ ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞതൊന്നും സോളാർ വൃത്തിക്ക് കേട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. സോളാർ കേട്ടോ കേൾക്കാത്ത പോലെ അഭിനയിക്കുന്നതാണെന്നും അറിയത്തില്ല. സോളാർ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നത്, കണ്ടോ എനിക്ക് റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ എ ഗ്രേഡ് ആണ്, സ്ട്രൈറ്റ് എ ആണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ പോമ്മക്ക് ചിരിച്ചിട്ട് പോമ്മക്കിനോട് ഇപ്പോൾ സോളാർ ചോദിക്കുന്നു, നിനക്ക് നീളുണ്ടെന്ന്. അപ്പൊ പെട്ടെന്ന് പോമ്മക്കിന്റെ ചിരി മാറിയതായിരുന്നേ. അപ്പൊ സോളാറിന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അങ്ങനെ സോളാർ അടുത്ത് പോയി സംസാരിക്കാൻ എനിക്ക് പോമ്മക്കിനോട് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ പോമ്മക്ക് പറയുന്നത്, അത് ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. നമ്മുടെ സോളാറിന് ഉറപ്പാണ് ഓൻ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ സോളാർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടികളുടെ, അതായത് ഈ സോളാർ പഠിക്കുന്ന ചൈൽഡ് സൈക്കോളജി പോലത്തെ സാധനങ്ങളാണ്. അപ്പം പറയുന്നുണ്ട്, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവായിരിക്കും, അവർക്ക് വേറൊരാളുടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ചില സമയങ്ങളിൽ അവർക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആ ഹെൽപ്പ് ചോദിക്കാൻ മടിയുള്ള ടൈമിൽ നമ്മൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ചെയ്യാറെന്ന് വിചാരിച്ചാൽ, ആ കുട്ടികൾക്ക് ഹെൽപ്പ് എന്നുള്ളൊരു വേർഡിന് പകരം വേറെ എന്തെങ്കിലും ഒരു വേർഡ് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ അതവർക്ക് ഒരു മടിയില്ലാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അവർക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. അങ്ങനെ പോപ്മൊക്കെ അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇതുപോലെ ഹെൽപ്പിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വേർഡ് യൂസ് ചെയ്താൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആൻഡ് ഓൾസോ ഇവൻ സോളാറിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് വേർഡാണ് ഇതിന് പകരം യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മുടെ സോളാർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് യൂസ് ചെയ്യാം. ആൻഡ് ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് മഴ ഇഷ്ടമല്ല, അപ്പോൾ അവന് ഹെൽപ്പ് വേണം, അതിനവൻ എന്തായിരിക്കും പറയുക? മഴ ഇഷ്ടമല്ലാത്തൊരു കുട്ടി എന്തായിരിക്കും പറയുക? അപ്പൊ നമ്മുടെ പോപ്മൊക്കെ ചോദിക്കുന്നുണ്ട്, റെയിൻകോട്ട് എന്നാണോ എന്ന്, കാരണം മഴ നനയേണ്ട റെയിൻകോട്ട് ഇടാമല്ലോ. അപ്പൊ നമ്മുടെ സോളാർ പറഞ്ഞു യെസ്. അപ്പൊ അവൻ വേറൊരാളുടെ റെയിൻകോട്ടിനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാം ഇവന് ഈ മഴ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവന് മഴയത്ത് നിൽക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ പോപ്മൊക്കെ കുറച്ചു നേരം കേട്ടോണ്ട് എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇതെന്തിനാ എന്നോട് പറയുന്നത്, ഞാൻ ഇതിനൊരു കുട്ടിയൊന്നുമല്ലല്ലോ, നീ അപ്പൊ ഇതെന്താ എന്നോട് പറയുന്നത്? അപ്പൊ നമ്മുടെ സോളാർ തിരിച്ചു ചോദിക്കുവാണ്, നീ കുട്ടിയല്ലെന്ന് നിനക്ക് ഉറപ്പ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് സോളാർ ഒരു കസാരയിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കുവാണ്. അവനെ കസാര കാലുകൊണ്ട് ഉന്തി 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 ബാക്കിലേക്ക് പോവാ. അപ്പൊ ഇവന്റെ ഈ കുട്ടികളെ കണ്ടിട്ട് നമ്മുടെ പോപ്മൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സോളാർ പറയുന്നു, ഇപ്പൊ നീ കുറച്ച് ഓക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു, നീ എപ്പോഴാണോ എന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ റെഡി ആവുന്നത് അപ്പൊ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്ലാഷ് ബാക്ക് അവിടെ എൻഡ് ചെയ്യുവാണ്. അടുത്ത സീനിൽ നമ്മുടെ പോക്മൊക്കെ പുറത്ത് നിന്ന് സോളാറിന്റെ ക്ലാസ് കാണുവാണ്. ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ സോളാർ ഒന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കാണിക്കുന്നത്, നമ്മുടെ പോപ്മക്ക് സോളാറിനെ വിളിക്കുമ്പോൾ വിളിക്കുന്നതായിട്ട് കാണിച്ചിട്ട് നമ്മൾ നേരെ കാണിക്കുന്ന സോളാറിനെയാണ്. സോളാർ അവിടെ കിടന്ന് ഉറങ്ങുവാണ്, ക്ലാസ്സിലുള്ള സ്റ്റാഫ് റൂമിൽ എവിടെയോ കിടന്ന് ഉറങ്ങുമ്പോൾ സോളാറിന്റെ അടുത്ത് നിന്ന് ഫോൺ റിങ് ചെയ്യുന്നത് ബോയ് ഫ്രണ്ട് നമ്മളിങ്ങനെ വിളിക്കുന്ന ആളെ കാണിക്കാം. ദെൻ ആ കോൾ ഇങ്ങനെ കട്ട് ചെയ്യുവാണ് വന്നിട്ട് നമ്മുടെ പോപ്മക്ക് തന്നെ, കാരണം ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് സോളാറിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സോളാർ പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സോളാർ പോപ്മക്കിനെ നോക്കിയിട്ട്, കിഡ്നാപ്പർ അങ്കിൾ ഇത്ര നേരമായിട്ട് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കിഡ്നാപ്പർ അങ്കിൾ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ പോപ്മക്കിന് മനസ്സിലായി ഇത് സണ്ണാണ്. അപ്പോൾ പോപ്മക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട്, സണ്ണ് തിരിച്ചു വന്നോന്ന്.
അപ്പൊ സണ്ണ് പറയുന്നത് അതേ സണ്ണാണ്. അപ്പോഴത്തേക്കും ഇതേ പോപ്പക്കാണെങ്കിൽ ഡൺ വിത്ത് ലൈഫ് ആയിപ്പോയി. അതായത് ഇത്രയും നേരം ഗ്രഹണമായിരുന്നു ഇതിന് സഹിക്കുണ്ടായിരുന്നത്, വീണ്ടും സൂര്യൻ തിരിച്ചു വന്നല്ലോ എന്റെ ദൈവം എന്നുള്ള രീതിയിൽ നമ്മുടെ പോപ്പമ്മക്ക് നിൽക്കുക. അപ്പോഴേക്ക് സോളാർ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് എവിടെയാണ് ഉള്ളത്? അപ്പോൾ പോപ്പമ്മക്ക് പറയാം നമ്മളിപ്പോൾ ഉള്ളത് സ്കൂളിലാണ്. അപ്പം പെട്ടെന്ന് സോളാറിന് സന്തോഷമാവുകയാണ്, വൈകുന്നേരം എൻ്റെ അമ്മേനെ കൂട്ടാൻ വരുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ പോപ്പമ്മക്ക് പറയില്ല അമ്മയൊന്നും കൂട്ടാൻ വരില്ല, അമ്മ വഴക്കുണ്ടാക്കിയാലും നമുക്ക് വീട്ടിൽ പോയാലോ. അങ്ങനെ പറയണം, ഓക്കെ വീട്ടിൽ പോകാം, നമുക്ക് അമ്മയുടെ അടുത്ത് പോകും. അമ്മയുടെ വീട്ടിലല്ല എൻ്റെ വീട്ടിൽ പോകാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സോളാറിന് അങ്ങ് പെരുത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല, ഞാനെന്തിനും നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. നമ്മുടെ പോപ്പമ്മക്കാണെങ്കിൽ ബാക്കിൽ ഓടുന്നുണ്ട്. സോളാർ ഓടി നേരെ ചെന്ന് കയറി കൊടുക്കുന്നത് കുറച്ച് പിള്ളേരുടെ മുമ്പിലേക്കാണ്. ആ പിള്ളേർ നിലത്ത് കുത്തിയിരുന്നത് ഹോംവർക്ക് ചെയ്യുക. അപ്പൊ ഈ സാറിന് ഓൾറെഡി സോളാർ ടീച്ചറാണല്ലോ, ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ പിള്ളേര് ടീച്ചറെ എൻ്റെ ഹോംവർക്ക് നോക്ക്, എൻ്റെ ഹോംവർക്ക് നോക്ക്, എൻ്റെ ഹോംവർക്ക്, കാരണം കുഞ്ഞു പിള്ളേരാ. അപ്പൊ എൻ്റെ ഹോംവർക്ക് നോക്ക് നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവന് സോളാറിനൊന്നും തിരിയുന്നില്ല. അതിന്റെ കൂടെ തന്നെ സോളാറിന് ഒട്ടും ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ സൺ എന്നുള്ള തന്നെ സോളാറിന് വിളിക്കുന്നു. പിള്ളേരോട് അവിടെ അടി ഉണ്ടാക്കുവാണ്, ഞാൻ സോളാർ അല്ല സണ്ണാണ്. പിള്ളേരിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ പോപ്മക്ക് ഓടി വരുന്നുണ്ട്. പോപ്മക്കിനെ കണ്ടപ്പോൾ നമ്മുടെ സോളാർ ഓട്ടം നിർത്താണ്ട് ഓടി പോകുന്നുണ്ട്, പോപ്മക്ക് ബാക്കിൽ പോകുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പോപ്മക്ക് സോളാറിന്റെ കണ്ണിന്ന് മാറിപ്പോയി. അതായത് പോപ്മക്ക് നേരെ ചെന്ന് കയറി കൊടുക്കുന്നത് നമ്മുടെ ജി എന്ന് പറഞ്ഞ ടീച്ചറിന്റെ ക്ലാസ്സിലേക്കാണ്. ജി അവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിൽക്കുകയാണ്. ഒബ്വിയസ്ലി പി ടി ടീച്ചറാണ്, അവിടെയാണ് പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോപ്മക്ക് ഓടി വരുന്നത് കണ്ടിട്ട് ജി ഓടി അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ഓക്കെ ആണോ, എന്തെങ്കിലും ഓടി തളർന്നു വരുന്നേ, സോളാർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നും ഇരുന്നുകൊണ്ട് ഇങ്ങനെ കിതച്ചോണ്ട് പറയുക. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് കുട്ടികളെ വെച്ചിട്ടാണല്ലോ പീറ്റ് എടുക്കുന്നത്. നമ്മളെ പോലത്തെ തന്നെ കുറച്ച് ബി എൽ ഫാൻസ് ആയിട്ടുള്ള പിള്ളേരാണോ എന്നറിയത്തില്ല, ഈ രണ്ട് ടീച്ചേഴ്സിനെ പോപ്മക്കിനെയും ജീനെയും തമ്മിൽ ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഇവരെ ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കുറച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സോളാറും പോപ്മക്കും ടീച്ചേഴ്സും തമ്മിലല്ലേ? അപ്പം ഇല്ലില്ല, ഞാൻ ഇവരുടെ ഷിപ്പാണ്, എൻ്റെ ഷിപ്പ് ഇതേ സെയിൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ ജി ആണെങ്കിൽ പോപ്മക്കിന്റെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് ചൂടുണ്ടോ. അപ്പൊ ഈ പിള്ളേർക്ക് ഇവിടെ ഭയങ്കര മൊമെന്റ്സ് ആണ്, പിള്ളേർ അവിടെ കിടന്ന് തുള്ളി ചാടുവാണ്. ഞാൻ ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ നേരെ സ്കൂളിന് പുറത്തേക്ക് ഓടാൻ വേണ്ടിയിട്ട് ഗേറ്റിന് അങ്ങോട്ട് വരുന്നതാണ്. അങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി അവിടെ ഇരുന്നിട്ട് ഒരു പെൻസിലിന് മുന കൂർമ്മിക്കുന്നതാണ്. ആ മുന കൂർമ്മിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. കട്ടപ്പ ബാഹുലിനെ കുത്തിയ വാള് പോലത്തെ ഒരു സാധനം എടുത്തിട്ടാണ് പെൻസിലിന്റെ മുന കൂർമ്മിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ, ആ ഒരു കത്തി കണ്ടപ്പോൾ തന്നെ നമ്മുടെ 7 വയസ്സുള്ള സോളാറിന്റെ ശരീരത്തുള്ള സൺ എന്ന് പറയുന്ന ആ ഒരു കുട്ടി, ആ കുട്ടിക്ക് പേടിയാവുന്നു. അതുണ്ടാക്കുന്ന ഓടുവാണ്, തിരിച്ചോടുവാണ്. ഇത് തിരിച്ചോടിയിട്ട് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് കടന്നിട്ടാണ് പോകുന്നത്. അത് പ്ലേ ഗ്രൗണ്ട് കടന്നു പോകുന്ന സമയത്ത് 2-3 കുരുത്തങ്കട്ട പിള്ളേര് അതിലെന്തോ കളിക്കുന്ന ഒരു സാധനത്തിന് മുകളിൽ കയറി ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഇവൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിള്ളേർ നോക്കുമ്പോൾ ആരാ, സാറാണ്. വേഗം പിള്ളേര് പറയുക, അയ്യോ സാറേ ദയവ് ചെയ്ത് പി ടി സാറിനോട് പറഞ്ഞു കൊടുക്കല്ലേ, ഞങ്ങൾ അടുത്ത ക്ലാസ് തൊട്ട് എങ്ങനെയെങ്കിലും പി ടി പീരീഡ് കയറിക്കോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ പറയുന്നത്, നിങ്ങൾ എന്നെ ഈ പറയുന്നത് ഞാൻ സോളാറൊന്നും അല്ല സണ്ണാണ്, അതൊക്കെ പോട്ടെ, ഇവിടുന്ന് പുറത്ത് ചാടാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഇരിക്കുന്നു പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, സാറിന്റെ അടവൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട, ഞങ്ങൾ വഴി പറഞ്ഞു സാറിന് മനസ്സിലാക്കാനല്ലേ ഞങ്ങൾ ഈ വഴിയാണ് ചാടുന്നത്, അത് കണ്ടിട്ട് പ്രിൻസിപ്പാളിനോട് പോയി പറയാനല്ലേ ഞങ്ങൾ പറഞ്ഞു തരില്ല എന്ന് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഞാൻ നിങ്ങൾക്ക് വഴി, ഞാൻ നിങ്ങളുടെ പാരൊന്നും വെക്കൂല, നിങ്ങളെ പോലത്തെ ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്. സോ പിള്ളേർ പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ആ ഐക്കോണിക് സാധനം സാറ് കാണിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പിള്ളേരുടെ എന്തോ കാർട്ടൂണിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, ഈ നിഞ്ച പോലത്തെ. അപ്പോൾ അത് നമ്മുടെ സോളാർ കാണിച്ചു കൊടുക്കുമ്പോൾ പിള്ളേർക്ക് വിശ്വാസമാവുന്നത്. പിള്ളേർ പറഞ്ഞു കൊടുക്കുന്നത് ജിമ്മിന്റെ ബാക്കിൽ ഒരു വാളുണ്ട്, ആ വാള് പോയിട്ട് തുള്ളിയാൽ മതി, എളുപ്പം നമുക്ക് പുറത്ത് കിടക്കാന്ന്. അങ്ങനെ പിള്ളേരോട് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മുടെ സോളാർ അവിടെ നിന്ന് ഓടുവാണ്. സോളാർ ഓടിയ ടൈമിൽ തന്നെ പോപ്മക്ക് ഓടി എത്തുന്നുണ്ട്. എന്നിട്ട് പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടീച്ചർ സോളാറിനെ കണ്ടോന്ന്. അപ്പൊ പിള്ളേർ പറയുന്നു, ഇല്ല സാർ ഞങ്ങൾ കണ്ടില്ല ടീച്ചറിനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോപ്മക്ക് മനസ്സിലായി ഇവന്മാർ കള്ളത്തരമാണ്. അപ്പൊ വേഗം പറയുന്നുണ്ട്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള മാത്സ് പ്രോബ്ലംസ് ഞാനിട്ട് തരും, ഓൾസോ ഹോംവർക്ക് തരും, വേഗം കാര്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നിൽക്കുന്നിടത്തോടു കൂടി അവിടെ ആ സീൻ കട്ടാവുകയാണ്. അങ്ങനെ പിള്ളേരുടെ വാക്ക് കേട്ട നമ്മുടെ സോളാറിന്റെ സണ്ണ് ഓടി ജിമ്മിലേക്ക് എത്തുവാണ്. ജിമ്മിലാണ് നമ്മുടെ ജി അവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സോളാറിനെ കണ്ടപാടെ ജി അടുത്ത് വന്നിട്ട് എന്ത് പറ്റി സോളാറിന് ചോദിക്കുമ്പോഴത്തേക്കും ഓടിക്കെതിച്ചാണല്ലോ വരുന്നത്, എന്ത് പറ്റി സോളാറിന് ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞിട്ട് ഞാൻ സോളാറിലെ സണ്ണാണ്, ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പം പോപ്മക്ക് ഇവിടെ ഓടി വന്നായിരുന്നു, പോപ്മക്കും ഓടി മടുത്താ വന്നത്, നീ ഓടി മടുത്താ വന്നത്, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പോപ്മക്ക് ഓടി വരുന്നുണ്ട്. ആൻഡ് ജി പറയുന്നുണ്ട് എന്താ പ്രശ്നം ചോദിക്കും. പോപ്മക്ക് ഒന്നും മിണ്ടാതെ നമ്മുടെ സോളാറിനെ പിടിച്ചു വലിക്കുക. അവിടെ ഒരു പിടിയും വലി നടക്കുക, ഞാൻ വരുന്നില്ല നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിയും വലി നടക്കുക. അപ്പം തന്നെ നമ്മുടെ ജി പറയുന്നുണ്ട്, നിങ്ങൾ ഒന്ന് നിർത്ത്, എന്തോ നടക്കുന്നുണ്ട്, സത്യം പറഞ്ഞു എന്താ പ്രശ്നം, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോപ്മക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് തൽക്കാലം ഒരു കുഴപ്പമില്ല, പിന്നെ നിന്നെ പോലെ ഒന്നും ആർക്കും അത്ര കറക്റ്റ് പെർഫെക്റ്റ് ആവാനൊന്നും പറ്റത്തില്ല, സോ ഞങ്ങളെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഒരാക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജി ആണെങ്കിൽ ഇവനെന്ത് തേങ്ങി പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുക.
ദെൻ ഇത് കഴിഞ്ഞ് സീൻ കട്ടായി കാണിക്കുന്നത് ആ ഒരു സ്റ്റാഫ് റൂമിൽ തന്നെ നമ്മുടെ പോപ്മക്കും സോളാറും ഇരിക്കുന്നതാണ്. അപ്പോൾ പോപ്മക്ക് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അങ്കിളിനെ ഇട്ട് ഇങ്ങനെ ഓടിക്കുന്നത്, നിനക്കൊന്ന് അടങ്ങിയിരുന്നൂടെ? അപ്പോൾ നമ്മുടെ സോളാർ വന്നുകൊണ്ട് അങ്കിളിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ലേ, അപ്പം നീ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, സ്കൂളിൽ വിടുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ പോരെ, ഞാൻ കൊണ്ടുപോകില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ഇവൻ ചോദിക്കുവാണ്, നമ്മുടെ സോളാർ ചോദിക്കുകയാണ്, അതിന് കിഡ്നാപ്പേഴ്സിന് പഠിപ്പിക്കാൻ അറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ കിഡ്നാപ്പർ അല്ലെന്ന്. ആൻഡ് ഓൾസോ നിനക്കിപ്പോൾ എന്താ ഇത്ര സംശയം നോക്കിയാൽ പറഞ്ഞിട്ട് ഒരു പിള്ളേർ പോലും തന്നെ ഇഷ്ടമല്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്ന് ഇത്ര നേരം ആയതുള്ളൂ, എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി, നിങ്ങൾക്ക് അതുപോലും ഇല്ല, പിള്ളേർക്കൊന്നും നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഈ കുറിപ്പ് ഇറക്കുന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ടൈം ടേബിളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ പോപ്മക്കിന് മനസ്സിലാവുന്നത് പോപ്മക്കിന്റെ ക്ലാസ്സിലും കയറാൻ സമയമായി, സോളാറിന്റെ ക്ലാസ്സിലും കയറാൻ സമയമായി. സോളാറിനെ അവന്റെ ക്ലാസ്സിലോട്ട് വിടാനും പറ്റത്തില്ല, പോപ്മക്കിന് ഇവരെ ഇവിടെ ഇരുത്തിയിട്ട് ക്ലാസ്സിലേക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ പോപ്മക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ, ഇവനെ വാശി പിടിപ്പിച്ച് നേരെയാക്കിയിട്ട് ക്ലാസ്സിലേക്ക് വിടാം. സോ പോപ്മക്ക് അവിടെ നിന്ന് പറയുന്നു, എന്നെ ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമല്ലെങ്കിലും നീ എന്നെ കിഡ്നാപ്പറിന് വിളിച്ചാലും അറ്റ്ലീസ്റ്റ് എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനെങ്കിലും അറിയാം, നിനക്ക് അതുപോലും അറിയത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സോളാറിന് വാശി കയറുന്നു, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, നിങ്ങളെക്കാൾ നന്നായി പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ട് സീൻ ഇവിടെ കട്ടാവുകയാണ്. അടുത്ത സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ പോപ്മക്ക് അവന്റെ ക്ലാസ്സിൽ ചെന്നിട്ട് ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കാണ്, പേജ് നമ്പർ 37 വർക്ക് എല്ലാവരും ഇരുന്ന് ചെയ്തോ. എന്നിട്ട് ഓൾസോ പിള്ളേരെ ഭീഷണിപ്പെടുത്തുവാണ്, ഇവിടുന്ന് ഏതെങ്കിലും ഓർമ്മ എഴുന്നേറ്റ് ക്ലാസ്സിന് വെളിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് വലിയ ട്രബിൾ ആയിരിക്കും വരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ടെന്ന് പറഞ്ഞ് പിള്ളേരെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ സോളാറിനെ കൊണ്ട് അവന്റെ ക്ലാസ്സിൽ പോവാണ്. ആൻഡ് സോളാറിനെ അവന്റെ ക്ലാസ്സിലെത്തി പിള്ളേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് നേരത്തെ അറിയാലോ സോളാറാണെന്ന്. പിള്ളേർ സോളാറിന് വിളിക്കുമ്പോൾ സോളാറിന് ഭയങ്കര ദേഷ്യം. സോളാർ പറഞ്ഞാൽ ഞാൻ സോളാറല്ല സൺ ആണെന്ന് പറയുന്നു. ആൻഡ് ഇത് കേട്ടപ്പോഴത്തേക്കും പിള്ളേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണ് ഞങ്ങൾക്ക് പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള പേര് പറയുമ്പോൾ ഭയങ്കര ഒച്ചയാവണം ക്ലാസ്സിൽ. അങ്ങനെ ഈ സൗണ്ടും കോലാഹലമാകുമ്പോൾ നമ്മുടെ സോളാർ എന്താക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു ചൂലെടുത്തിട്ട് ബോർഡ് എന്നിട്ട് അടിക്കുവാണ്. അപ്പോൾ പിള്ളേരെല്ലാം പെട്ടെന്ന് സൈലൻസ് ആവുന്നു, കാരണം ആ ടീച്ചറിന്റെ ഇങ്ങനെ ഒരു രൂപം പിള്ളേർ കണ്ടിട്ടില്ല. ആൻഡ് ഓൾസോ പെട്ടെന്ന് നമ്മുടെ പോപ്മക്ക് പറയുവാണ്, ഏത് ടീച്ചറാണ് പിള്ളേരെ ചൂലൊക്കെ വെച്ച് അടിക്കാം, വരെയൊക്കെ ഒന്ന് പഠിപ്പിക്കും. ആൻഡ് നമ്മുടെ സോളാർ പെട്ടെന്ന് പിള്ളേരോട് പറയാം, എന്നാൽ പിന്നെ നമുക്ക് പഠിക്കാം, നമുക്ക് 1 മുതൽ 10 വരെ ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഒരു കൊച്ചു ചാടി എഴുന്നേറ്റ് പറയാം, എൻ്റെ പൊന്ന് സാർ ഇതൊക്കെ ഞങ്ങൾ പ്രൈമറി ക്ലാസ്സിലെ പഠിച്ചതാണ്, ഞങ്ങൾ നിക്കറിട്ട പ്രായത്തിൽ ഇതൊക്കെ വിട്ടതാന്ന് പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ പഠിച്ചതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പോപ്മക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സോളാർ പെട്ടെന്ന് പറയുന്നു, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാം. ആൻഡ് ഹെഡ്, നെക്ക്, ത്രോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിള്ളേരോട് അതിൻ്റെ ഇംഗ്ലീഷും തായ് വേർഡ്സും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. സോ ആ ടൈമിൽ ഒരു കൊച്ച് എഴുന്നേറ്റുന്ന സംശയം ചോദിക്കുകയാണ്, സാർ ഈ തൊണ്ടയും കഴുത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം നമ്മുടെ സോളാറിന് പറയാൻ അറിയത്തില്ല. സോളാർ പോപ്മക്കിന് നോക്കും, പോപ്മക്ക് പറയും, നീയല്ലേ വലിയ ആള്, വലിയ ടീച്ചർ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ സാധാരണ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ടീച്ചർമാർ യൂസ് ചെയ്യുന്ന സ്ഥിരം പരിപാടി നമ്മുടെ സോളാർ യൂസ് ചെയ്യുവാണ്. നിനക്ക് എന്താ തോന്നുന്നത്, നിന്റെ അഭിപ്രായം പറയൂ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടി പറയുന്നത്, നെക്കെന്ന് വെച്ചാൽ പുറത്ത് കാണുന്ന സാധനം, തൊണ്ടാന്ന് വെച്ചാൽ അകത്തുള്ള സാധനം, നമുക്ക് വേദന എടുക്കുമ്പോൾ കഴുത്ത് വേദന എന്നല്ല തൊണ്ടവേദന എന്നാണല്ലോ പറയാറ്. അപ്പോഴത്തേക്കും നമ്മുടെ സോളാർ പറഞ്ഞു, അതെ നീ പറഞ്ഞത് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അടിച്ചു കൊടുക്കുവാണ്. ദെൻ ഇവന് ഈ ക്ലാസ്സിൽ മര്യാദയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ പോപ്മക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഈ സോളാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാക്കിൽ 2 പിള്ളേരിരുന്ന് റേസിംഗ് കാർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ നമ്മുടെ സോളാർ പെട്ടെന്ന് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഈ കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സോളാറിന്റെ ഉള്ളിലെ ആ ഒരു സണ്ണ് എന്ന് പറയുന്ന കുട്ടിയാണല്ലോ ഉള്ളിലുള്ളത്. സോ അവൻ പെട്ടെന്ന് ആ കാറിലേക്ക് നോക്കി നിൽക്കുന്ന സംഭവം കൊണ്ട് അവിടെ സീൻ കട്ടായി. നേരെ കാണിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ പോപ്മക്കിന്റെ ക്ലാസ് ആണ്. പിള്ളേരോട് ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു, പിള്ളേരത് കറക്റ്റായിട്ട് അനുസരിച്ചു. പക്ഷേ ക്ലാസ്സിനകം ഇങ്ങനെ തല കുത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവൻ ക്ലാസ്സിലേക്ക് കയറിയിട്ട് പിള്ളേരോട് പറയുവാണ്, നിന്നോട് അടങ്ങിയിരിക്കാല്ലേ പറഞ്ഞു. പിള്ളേരൊന്നും സാറ് പുറത്തോട്ട് ഇറങ്ങരുതെന്നല്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ല, ഞങ്ങൾ ക്ലാസ്സിനകത്ത് തന്നെ നിന്ന് കളിക്കുമായിരുന്നു പറഞ്ഞു. അങ്ങനെ അവന്മാരെയൊക്കെ ഒന്ന് നേരെയാക്കുന്ന സമയത്ത് നമ്മുടെ സോളാറിന്റെ ക്ലാസ്സിന് വലിയ ഒച്ചപ്പാടും വെള്ളം കേൾക്കുന്നത്. അങ്ങനെ സോളാറിന്റെ ക്ലാസ്സിലേക്ക് ഇവൻ ഓടി ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് സോളാറിന്റെ ക്ലാസ്സിൽ പിള്ളേരെല്ലാം ഇങ്ങനെ അലമ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. സോളാർ ആണെങ്കിലോ കുറച്ച് പിള്ളേരെയും കൂട്ടി ആ റേസിംഗ് കാർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒച്ചപ്പാടും വെള്ളം കേട്ടി ലീയും നമ്മുടെ പ്രിൻസിപ്പാൾ ഓടി വരുന്നുണ്ട്. ആൻഡ് ഇവരിതെല്ലാം നോക്കി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അവിടെ കൊണ്ട് സീൻ കട്ട് ചെയ്യുവാണ്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ സോളാറിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ചേംബറിൽ നമ്മുടെ പോപ്മക്കിനെ കൊണ്ടിരുത്തിയേക്കുവാണ്. സോ ഇതിനെ പറയുമ്പോഴും പോപ്മക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോളാറിന് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ബട്ട് പ്രിൻസിപ്പലിനും ജിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. അവരവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം വെച്ചുകൊണ്ടിട്ട് നിങ്ങളിത് പറയുന്നില്ല, ഒറ്റ നോട്ടത്തിൽ ഏത് പൊട്ടന് കണ്ടാലും മനസ്സിലാവും ഒരു പ്രശ്നമുണ്ടെന്ന്. താനിത് എന്തുകൊണ്ട് ഞങ്ങളോട് പറയുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോപ്മക്കാണ് താഴോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പലിന് മനസ്സിലായി പോപ്മക്കിന് എന്തോ പ്രശ്നമുണ്ട്. ആൻഡ് ചോദിച്ചു, നിനക്ക് തലവേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്തോ ഒരു സാധനം കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് നെറ്റിയിൽ ഒട്ടിച്ചും വെക്കുന്നുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ആ സാധനത്തിൻ്റെ ഒരു പ്രൊമോഷനും കൂടെ അതിൻ്റെ ഇടയ്ക്ക്. ആൻഡ് ഇതിന് ശേഷം ഇതും വെച്ചുകൊണ്ട് നമ്മുടെ പോപ്മക്ക് ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ആലോചിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്ന് പഠിക്കുവാണ്. മറ്റേ പണ്ടത്തെ സമയത്ത് അവൻ ഇരുന്ന് പഠിക്കുവാണ്.
ആ പഠിക്കുന്ന ടൈമിൽ ഇവന്റെ മൈൻഡിൽ ഫുള്ള് ഇവന്റെ അമ്മയുടെ ആ ഒരു വോയിസ് ആണ്. അതായത് നിനക്ക് ജീനെ കണ്ട് പഠിച്ചൂടെ, അവനെ പോലെ നല്ല കുട്ടി ആയിക്കൂടെ. ആൻഡ് ഇത് തന്നെ ഇവന്റെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ദെൻ ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനൊരു സ്പോഞ്ച് ബാത്ത് കൊടുക്കുന്ന നമ്മുടെ സോളാറിനെയാണ്. ആൻഡ് സോളാർ ചോദിക്കുന്നുണ്ട് നിനക്ക് ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ. അപ്പോൾ അവൻ പറയുന്നു ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആണ്. ആൻഡ് സോളാർ പറഞ്ഞു നിനക്ക് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ, നമുക്കൊരു കോഡ് വേർഡ് ആക്കാം, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നീ ആ കോഡ് വേർഡ് ആയിട്ട് ഹെൽപ്പ് എന്ന് പറയണ്ട, നീ ആ കോഡ് വേർഡ് പറഞ്ഞാൽ മതി, അപ്പോൾ എനിക്കത് മനസ്സിലാക്കും, പിന്നെ കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. ആൻഡ് ഇവർ കോഡ് വേർഡ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോപ്മക്ക് എന്ന് പറയുകയാണ് നമുക്ക് സ്പോഞ്ച് ബാത്ത് എന്നുള്ള കോഡ് വേർഡ് ഇടാണ്. എന്നിട്ട് അവിടെ കൊണ്ട് ഈ ഒരു സാധനം ഫ്ലാഷ് ബാക്ക് അവിടെ എൻഡ് ചെയ്യുവാണ്. ദെൻ കറണ്ട് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് തന്നെ വരുവാണ്. ആൻഡ് ഇവൻ ഈ പ്രിൻസിപ്പാളിനോടും ജീനോടും സ്പോഞ്ച് ബാത്ത് എന്ന് പറയുന്നു. അപ്പൊ പ്രിൻസിപ്പാളും ജീവൻ ഇങ്ങനെ സ്പോഞ്ച് ബാത്തോ അതെന്ത് തേങ്ങ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് സംഭവം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവന് ആക്സിഡന്റിന് ശേഷം ഇടയ്ക്ക് 7 വയസ്സുള്ള സൺ എന്ന് പറഞ്ഞൊരു കുട്ടിയായി മാറുന്നു, ഇടയ്ക്ക് ബാക്ക് ടു നോർമൽ നേരെ നമ്മുടെ സോളാർ തന്നെയായി മാറുന്നു. ഇത് ഇടയ്ക്കിടയ്ക്കുള്ള ചേഞ്ചസ് ആണ്. ഇത് ഞാൻ നിങ്ങളോട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് അവന്റെ ജോബിനെയും കരിയറിനെയും ബാധിക്കും. ഞാൻ രാവിലെ വന്നപ്പം ജി എന്തൊക്കെയോ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾസോ അവനൊരു ടീച്ചറിന്റെ കഥ പറഞ്ഞു, ആ ടീച്ചറിനെ പുറത്താക്കി. അതുകൊണ്ട് എനിക്ക് സോളാറിനെ അങ്ങനെ പുറത്താക്കണം താല്പര്യമില്ല, കാരണം അവന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അവന്റെ കരിയറാണ്. അതുകൊണ്ട് അവന് ബോധം വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, എനിക്ക് അതുകൊണ്ട് അവൻ വിഷമിക്കുന്ന കാണാൻ പറ്റൂല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് ഇത് നിന്റെ തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ ഒരിക്കലും ആ ടീച്ചറിനെ പുറത്താക്കിയിട്ടില്ല, ആ ടീച്ചറിന് കുറച്ച് കെയറിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ടീച്ചറിനെ ഞങ്ങൾ എല്ലാവരും കൂടെ റെസ്റ്റിന് പറഞ്ഞു വിട്ടേക്കുവാണ്. ടീച്ചർ എപ്പോൾ ഓക്കെ ആവുന്നോ ആ ടീച്ചർക്ക് ആ സമയത്ത് വന്ന് തിരിച്ച് ജോലിക്ക് കയറാം എന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോക്മേക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ തന്റെ സംശയങ്ങളായിരുന്നു, തന്റെ തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. സോ പോക്മേക്കിന് എന്ത് മനസ്സിലായി, എല്ലാം എല്ലാവരോടും തന്നെ പറയാം എന്നൊരു ഇതിലെത്തി. അങ്ങനെ പോപ്മക്ക് വിളിച്ചിട്ട് നമ്മുടെ സോളാറിന്റെ അമ്മേനോട് കാര്യം പറയുന്നുണ്ട്. സോ സോളാറിന്റെ അമ്മ എന്താ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ എടുത്തിട്ട് സോളാറിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോനെ നീ അങ്കിൾ പറയുന്നത് കേൾക്കണം, അമ്മയാണ് അങ്കിളിനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പൊ സോളാർ പറഞ്ഞു ഓക്കെ അമ്മ, നല്ല കുട്ടിയായി. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം സോളാറിനെ ഒരു സണ്ണിനെ കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ കണ്ട് ചെയ്യുവാണ്. എന്നിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ക്ലാസ്സിലെ പിള്ളേരോട് പറയുന്നത് നമ്മൾ റോൾ പ്ലേ ചെയ്യുവാണ്. അതായത് അതിൽ നമ്മുടെ ടീച്ചർ സോളാർ സൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടറിനെ തരും. സോ ഇന്ന് മുതൽ നിങ്ങൾ ടീച്ചർ സോളാറിനെ സൺ എന്ന് മാത്രം വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെടുത്തും അതായത് എല്ലാ കാര്യവും അവർ സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന രാത്രിയാണ്. നമ്മുടെ സണ്ണ് അതായത് നമ്മുടെ സോളാർ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ടീച്ചേഴ്സ് 3 പേര് അതായത് പോപ്മക്ക്, ജി, പിന്നെ നമ്മുടെ പ്രിൻസിപ്പാള്, ഇവർ 3 പേരും അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. ആ ടൈമിൽ നമ്മുടെ പോപ്മക്ക് ജീനോട് പറയുന്നുണ്ട്, അതായത് സോറി എനിക്ക് ഞാൻ നിന്നോട് വളരെ മോശമായിട്ടും ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അപ്പൊ നമ്മുടെ ജി പറയുന്നുണ്ട് നോ പ്രോബ്ലം, ഇതൊക്കെ എന്ത്. അപ്പൊ പോപ്മക്ക് എടുത്ത വായിൽ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴത്തേക്കും ജി പെട്ടെന്ന് അതെന്താണ് നീ അങ്ങനെയൊക്കെ എടുത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, കാരണം അമ്മ എന്ത് കാര്യത്തിനും നിന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്റെ കണ്ണിൽ നീ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ പറ്റുന്നില്ല. സോ എന്റെ സ്വന്തം അമ്മ നിന്നെ പുകഴ്ത്തുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ ജി ഒന്ന് ചിരിച്ചിട്ട് പറയാണ് ഞാനോ പെർഫെക്റ്റോ, ഞാൻ കുറെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അതല്ല പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു വേർഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്റെ OCD എന്ന് പറഞ്ഞൊരു അസുഖത്തിന് പുറത്ത് ഞാൻ എത്ര വട്ടം സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ. ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിക്ക് അത്രയ്ക്കൊരു ഗതികളൊന്നും വന്നിട്ടുണ്ടാവില്ല. എന്റെ പേരൻസിനെ ചുമന്നുകൊണ്ട് പ്രാന്തനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും ആരുടെയും രീതിയിൽ പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവുമെന്ന് നമ്മുടെ ജി അവിടെ പറയുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഫ്രണ്ട് ആവുകയാണ്. അപ്പോൾ ഫ്രണ്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോപ്മക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ഓർത്തു പോവാണ്. അതായത് ഇവര് ഒന്നിച്ച് ഇവനും സോളാറും കൂടെ ഒന്നിച്ച് ഇവന്റെ മൈൻഡിലുള്ള ഒരു സങ്കടം, അതായത് ആ ഒരു വിഷമം പറഞ്ഞു തീർക്കണമല്ലോ. ആൻഡ് ഫ്ലാറ്റിന്റെ അറ്റത്തേക്ക് പോയിട്ട് അവിടുന്ന് നമ്മുടെ പോക്മക്ക് മനസ്സിലുള്ള കാര്യം വിളിച്ചു പറയാൻ നമ്മുടെ സോളാർ ഇങ്ങനെ ചെണ്ട പോലത്തെ ഒരു സാധനം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അതായത് ജി എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എന്ത് കാര്യം അമ്മ ഇങ്ങനെ പറയുന്നു, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോക്മക്ക് അവിടെ ഇങ്ങനെ അലറുവാണ്. അലറുന്ന സമയത്ത് നമ്മുടെ സോളാർ എന്താക്കും, വലിയ ഒച്ചയിൽ ചെണ്ട പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അലർച്ച പുറത്തേക്ക് കേൾക്കില്ല. അങ്ങനെ ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിയുമ്പോൾ അവനെ കുറച്ച് സമാധാനം വരുക. അപ്പൊ ആ ടൈമിൽ തന്നെ നമ്മുടെ സോളാർ ചോദിക്കുന്നുണ്ട് ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലോ എന്ന്. ആ ടൈമിൽ നമ്മുടെ പോക്മക്ക് പറയുന്നുണ്ട് ഒരു കാരണവശാലും ആ ജിയുടെ ഫ്രണ്ട് ഞാൻ ആവില്ല, അങ്ങനെ ഒരു വൃത്തികെട്ടവന്റെ ഫ്രണ്ട് എനിക്ക് ആവണ്ട, എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണ്. ആൻഡ് ദെൻ കറണ്ട് പ്രശ്നത്തിലേക്ക് വരുവാണ്. ഇവരിപ്പം നല്ല ഫ്രണ്ട്സ് ആയി. ദെൻ ഇതിന് ശേഷം നമ്മുടെ സോളാറിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന ഡയലോഗിനോട് 100% നീതി പുലർത്തി കിടന്നുറങ്ങുന്ന നമ്മുടെ സോളാർ. ആൻഡ് സോളാർ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ പോക്മക്ക് അടുത്ത് വന്നിരിക്കുവാണ്. എന്നാ പിന്നെ നീ എന്റെ വായിലോട്ട് കയറിയിരിക്കണം എന്നുള്ള രീതിയിൽ ഞെട്ടിയാണ് നമ്മുടെ സോളാർ എഴുന്നേക്കുന്നത്.
ആൻഡ് ആ ടൈമിൽ നമ്മുടെ പോഗ്മക്ക് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ നോർമൽ ആയിട്ടുള്ള സോളാർ തന്നെയാവും, കാരണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നീ നോർമൽ ആവും, കുറച്ച് കഴിയുമ്പോഴാണ് നീ വീണ്ടും സണ്ണായി പോകുന്നത്. അപ്പൊ നമ്മുടെ സോളാർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ സണ്ണായിരുന്നു. അപ്പൊ പറഞ്ഞു, ഈ രാവിലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിലെത്തി കഴിഞ്ഞ് പിള്ളേർ ഒരു റൗണ്ട് പഠിപ്പിച്ച് നീ ഒന്ന് കിടന്ന് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റിട്ട് നീ സണ്ണായിട്ടാ വന്നേന്ന്. സോ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോളാറിന് അകപ്പാടെ പേടിയാവുന്നുണ്ട്. കാരണം ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ പോപ്മക്ക് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, ആൻഡ് സോളാർ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ പോപ്മക്ക് ആണെങ്കിൽ തിരിച്ചങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ അറ്റത്തായിട്ട് നമ്മുടെ പ്രിൻസിപ്പാളും നമ്മുടെ നിപ്പുണ്ട്, ടീച്ചർ നിപ്പുണ്ട്. ഇവർ രണ്ടുപേരും നിന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുന്ന മുഖഭാവം എന്താന്ന് വെച്ചാൽ, വാലന്റൈൻസ് ഡേയുടെ അന്ന് പാർക്കിൽ പോയ ഒരു സിംഗിളിന്റെ അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ പറയുന്നുണ്ട്, എന്റെ OCD എന്നോട് പറയുന്നത് തിരിച്ചു ഉമ്മ കൊടുക്കാൻ, ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ അവിടെ ആ ഒരു സീൻ കട്ട് ചെയ്യുവാണ്. ദെൻ കാണിക്കുന്നത് ഇവർ നാലാളും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ആൻഡ് ഇവർ നല്ല ചിരിച്ചും കളിച്ച് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോക്മക്ക് നമുക്കൊരു മോറൽ പോലെ ഒരു കാര്യം പറഞ്ഞു തരുവാണ്. അതായത് ഇത്രയും നാളുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാമെന്നായിരുന്നു പോക്മക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അവനിപ്പം മനസ്സിലായി, ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുന്നത് അത്ര വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും എന്നൊരു രീതിയിൽ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റിലൂടെ മാത്രമേ എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആവണമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. സോ എപ്പിസോഡ് 3യുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ.